ഇഷാസ് ഡയറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേവിക്കാതെ ഉള്ള ഒരു പച്ചടിയാണ്. അതിനു വേണ്ടി 2 കക്കിരി എടുത്തു വെച്ചിട്ടുണ്ട്. കക്കിരി നമ്മൾ തോല് കളഞ്ഞ് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഉപ്പ് തിരുമ്മി വെക്കണം. അതിലെ വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ തൈരിലാണ് അരയ്ക്കുന്നത്. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലും ഒരു 1/2 സ്പൂൺ കടുകും 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കടുക് പൊടിച്ചും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം നമ്മൾ 2 കക്കിരി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. വേറെ ഉപ്പ് ഈ കറിയിൽ ചേർത്തുന്നില്ല, ഈ കക്കിരിയിൽ മിക്സ് ചെയ്യുന്ന ഉപ്പ് മാത്രമേ ചേർത്തുന്നുള്ളൂ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം കക്കിരിയിൽ നിന്ന് വെള്ളം ഊർന്നു വരും. അപ്പം 10 മിനിറ്റിന് ശേഷം നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാൻ വേണ്ടി മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിൽ ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു 3 സ്പൂൺ തേങ്ങയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അത് മൂടി നിൽക്കുന്ന പാകത്തിന് തൈര് മതിയാവും, അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് തിരുമ്മി വെച്ച കക്കിരി നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ വെള്ളം പിഴിഞ്ഞു വെച്ച കക്കിരി ഇടാം. ഈ കക്കിരിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, തൈരും കൂട്ടി അരച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും കൂടി വറവിടാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതും കൂടി ചേർക്കുമ്പോൾ ടേസ്റ്റി പച്ചടി റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പം നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ചൂടാവട്ടെ. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഉണങ്ങിയ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കറി ലീവ്സും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വറവിട്ടത് ഒഴിച്ചു കൊടുക്കാം.
കറി ലീവ്സ് കൂടി ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. ഈസി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇഷാസ് ഡയറി.